സോൾ കമ്മ്യൂണിക്കേഷനും സ്ഥിരം ചെയ്യുന്നൊരു ഇതാണോ അതോ എന്തെങ്കിലും എമർജൻസി വന്നാൽ എമർജൻസി കേസിൽ മാത്രം. നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള മനസ്സിലാവും കളികൾ അത്ര നല്ലതല്ല. ഇത് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾക്ക് പണി കിട്ടാൻ. പിന്നെ എപ്പോഴും ഈ സ്പിരിച്വൽ ഹീലേഴ്സിനും ഇത്തരത്തിലുള്ള ഹീലേഴ്സിന് ആഫ്റ്റർ എന്ത് സംഭവിക്കുന്നുള്ളത് വരുന്ന ആളുകൾക്ക് യാതൊരു ധാരണയില്ല. ഒരു ഭർത്താവ് മരിച്ചിട്ട് അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു 5 കേസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ലേഡീസ്. ഹൈലി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്നേഹമുള്ള ഭർത്താവും ഭാര്യയായിരുന്നു അവർ. ഭർത്താവ് മരിച്ചതിന് ശേഷം അവസാന ദിവസം അണിഞ്ഞിരുന്ന മുണ്ടും അദ്ദേഹത്തിൻ്റെ ബനിയനടക്കം കെട്ടിപ്പിടിച്ചിട്ടാണ് അത് കരഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നത്. ഒരു സോൾ പ്രസൻസോൾ ഇഷ്യൂസോ പൊസഷൻ കേസുകളോ എടുത്തു കഴിഞ്ഞതിന് ശേഷം മിനിമം 2 ദിവസം പോക്കാം. അതെ ഏതെങ്കിലും രീതി നമ്മളുടെ എനർജി ചിലപ്പോൾ ഡിപ്ലീറ്റ് ആവാം. പക്ഷെ അവിടെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കണം. ഞാൻ ആ കാര്യത്തിൽ ഏഞ്ചൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നത്. 7 ഏഞ്ചൽസ് നമ്മൾക്ക് എപ്പോഴും കൂടെ ഉണ്ട്. ഇതിനിപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിനൊരു ശാസ്ത്രീയ മേഖല ഇല്ല എന്ന് പറയുമ്പോഴും എപ്പോഴും ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ അടുത്തും ഇത്തരത്തിലുള്ള എനർജി ഹീലേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ പോലും ആളുകൾ വരുമ്പോൾ പോലും ഇത് എത്ര സെക്ഷൻ വേണം, ഇത് എപ്പം മാറും, എങ്ങനെ മാറും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ഉണ്ടാകും. പക്ഷെ ഇവർക്ക് ഒരിക്കലും ശാസ്ത്രീയ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സയൻറ്റിഫിക്കൽ മേഖലയിൽ തെളിഞ്ഞു നിൽക്കുന്ന MBBS ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇവർ ചോദിക്കില്ല ഞാൻ ഈ മരുന്ന് കഴിച്ച അസുഖം മാറുമെന്ന്. എന്താ അവർ ചോദിക്കാത്തത്? ഇവർക്ക് എന്താ ചോദിക്കാൻ പറ്റാത്തത്? അതായത് ഞാൻ കഴിക്കുന്ന മരുന്ന് എന്താണെന്നും ഞാൻ ഇത് എത്ര വട്ടം കഴിക്കണമെന്നും അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ മരുന്ന് കഴിച്ചാൽ മാറും. പക്ഷെ തിരിച്ച് ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ അടുത്ത് ഈ എനർജി ഹീലേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് ഞാൻ എത്ര വട്ടം കൊണ്ട് മാറും, എങ്ങനെ വട്ടം 100 വട്ടം സംശയങ്ങളാണ് ജനിക്കുന്നത്. നമ്മൾ കുറ്റം പറയുന്നില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെ ഒരു സംശയങ്ങൾ എപ്പോഴും അതിൻ്റെ അകത്ത് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇപ്പം നമ്മളിപ്പോൾ ഈ മോഡേൺ മെഡിസിൻ കഴിച്ചാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിച്ചാലും മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. തീർച്ചയായിട്ടും മനസ്സ് നമ്മുടെ മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ എത്ര നല്ല മരുന്ന് കഴിച്ചാലും ഇതൊന്നും എനിക്ക് ഫലിക്കില്ല എന്ന് തോന്നുന്ന നിമിഷം അത് ഫലിക്കില്ല എത്ര ശ്രമിച്ചാലും. തീർച്ചയായിട്ടും ആത്മഹത്യയുടെ മുൻപിൽ നിന്നവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ തന്നെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 32 വയസ്സുള്ളൊരു പയ്യൻ മാനസികാസുഖമായി മാറി. കാരണം വീട്ടിലെല്ലാവർക്കും കോവിഡ് വന്നു. അവൻ്റെ 2 വയസ്സുള്ള മകനടക്കം എല്ലാവർക്കും കോവിഡ് വന്നു. മരിക്കുമെന്നൊരു ചിന്ത വന്ന് ഉറക്കം നഷ്ടപ്പെട്ടു. 2 ആഴ്ച ഉറക്കം നഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും മെഡിസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അന്ന് നമ്മൾ 3 ദിവസം കൃത്യമായിട്ട് അവരോട് 1-2 മണിക്കൂർ അവരോട് കൗൺസിൽ ചെയ്ത് ഹീൽ ചെയ്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുത്ത ധൈര്യം, ആ ധൈര്യത്തിലാണ് ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ വൈദ്യശാസ്ത്രത്തിന് പരാജയപ്പെടുന്ന അവസ്ഥയിൽ ഒരു ഡോക്ടർ പറയുന്നത് എന്താണ്? ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അങ്ങ് ചെയ്യുന്ന ഓരോ വ്യത്യസ്തമായ ഊർജ തെറാപ്പികളെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റേക്കി അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ്, ഇതെല്ലാം റേക്കി എടുക്കാം. അത് രണ്ട് വ്യത്യസ്ത മേഖലയാണെങ്കിലും റേക്കി പ്രാണിക് ഹീലിംഗ് പ്രവർത്തിക്കുന്നത് പ്രാപഞ്ചിക ഊർജ്ജ തത്വത്തിലാണ്. പ്രാപഞ്ചികമായ ഊർജ്ജത്തെ നമ്മൾക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക്, നല്ലൊരു ചാലകമായി മാറാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വൈദ്യുതി പ്രകാശിക്കുന്നതുകൊണ്ട്, വൈദ്യുതി അതിലൂടെ കടന്നു വന്നിട്ട് പ്രകാശിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്കിവിടെ പ്രകാശം കിട്ടുന്നത് ഈ സ്റ്റുഡിയോയിൽ. ഇപ്പോൾ ഈ പ്രകാശം കിട്ടാനായിട്ട് കാരണമായതെന്താണ്? വൈദ്യുതി എന്ന് പറയുന്ന ഊർജ്ജമാണ്. ഈ ഊർജ്ജം കൃത്യമായിട്ട് ആ ചെമ്പ് ചാലകത്തിലൂടെ, ചെമ്പ് കമ്പിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ അത് സംഭവിച്ചത്. അതേസമയം അത്രയും ചാലകശേഷി ഇല്ലാത്ത വേറൊരു മെറ്റലാണെങ്കിൽ അത്രയും പ്രകാശിക്കാൻ അതിന് സാധിക്കില്ല, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ഹീലറുടെ കാര്യം. ഒരു ഹീലർ എപ്പോഴും ആധ്യാത്മികമായി ഉയർന്ന തലത്തിലുള്ള ഒരാളായിരിക്കണം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അതിനൊരു ഊർജ്ജ ചാലകമായി മാറും. പ്രാപഞ്ചികമായ ഊർജ്ജത്തെ ഒരു ആൻറ്റിനെ പോലെ പിടിച്ചെടുക്കുവാനും ആ ഊർജ്ജത്തെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാനും കഴിയുന്ന ഒരാൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ഏത് മനുഷ്യനും അത് സാധിക്കും. പക്ഷേ പ്രൊവൈഡഡ് അങ്ങനെയുള്ള ആളുകൾ ആ തലത്തിലേക്ക് ഉയരാനുള്ള ശ്രമം ഉണ്ടാകണം. അങ്ങനെയുള്ള ആളുകൾ ചെറുപ്പത്തിലെ തന്നെ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അറിയുന്നവരായിരിക്കും. അന്യരിൽ അസാധാരണമായിട്ടുള്ള ചില കഴിവുകൾ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ്യൂഷൻ, വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അറിയാം. എനിക്കങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം വന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്ന ദിവസം കാലത്ത് 5:15 5:30 ഞാനൊരു സ്വപ്നം കാണുകയാണ്. വലത്തോട്ട് ചെരിഞ്ഞ് കൈകൾ വെച്ചിട്ട് മരിച്ചു കിടക്കുന്ന ഒരു രംഗം. അന്ന് രാത്രി 8:30 എന്നെ ഫാദർ വിളിച്ച് കാണിക്കുന്ന രംഗവും സെയിം തന്നെയാണ്. ആളാ മരിച്ചു കിടക്കുന്ന രംഗമടക്കം എല്ലാം സെയിമാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു? എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എടാ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഞാനെന്തൊരു സ്പെസിഫിക് കാറ്റഗറി ആണോ? പിന്നീടാണ് ഞാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണാനിട വന്നത്, ഐ ദ ഗ്രേറ്റ്. അപ്പോൾ ഞാൻ പല പ്രകൃതി ദുരന്തങ്ങളും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആ റീസെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഈ വയനാട് നടന്ന ദുരന്തം പോലും അത് ഞങ്ങൾ ചക്രധ്യാനത്തിൻ്റെ ബാച്ചിൽ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ അവകാശപ്പെടുകയല്ല, ഞാൻ എന്തും പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് അവകാശപ്പെടുകയല്ല. ദിസ് ഈസ് പോസിബിൾ.
വരാനിരിക്കുന്ന സംഭവങ്ങളും ഊർജ്ജതലത്തിൽ നമ്മൾക്ക് ആ ഫ്രീക്വൻസിയെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ മസ്തിഷ്കം സൈക്കോളജിക്കലല്ല, ഇവിടെ ഒരു സൈക്കിക് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ദിസ് ഈസ് പോസിബിൾ. കാരണം അതിന് ലിവിങ് എക്സാമ്പിളാണ് ഞാനടക്കമുള്ള ആൾക്കാർ. ഇപ്പോൾ ഡോക്ടർ ബ്രയാൻ വൈസിൻ്റെ സ്റ്റഡീസ് അറിയാം നമുക്ക്, അതുപോലെ തന്നെ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൻ്റെ സ്റ്റഡീസ് അറിയാം. അനേക ജന്മങ്ങൾ, അനേക ആത്മാക്കൾ പല നൂറ്റാണ്ടുകളിലായിട്ട് ഒരേ ആത്മാവ് പല ശരീരങ്ങളിൽ ജീവിച്ച അവസ്ഥ. ഇതിനൊക്കെ നിംഹാൻസിൽ ചെന്ന് കഴിഞ്ഞാലുണ്ട് 600ഓളം സ്റ്റഡീസ്, അതിലധികം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. നിംഹാൻസിലുണ്ട്, ഫയൽസ് ഉണ്ട്, തെളിയിക്കപ്പെട്ടത് സയൻറ്റിഫിക്കലി. ഇയാൻ സ്റ്റീവൻസൻ്റെ സ്റ്റഡീസ്, അതായത് റീഇൻകാർണേഷൻ, പുനർജന്മത്തെക്കുറിച്ചിട്ടുള്ള. അപ്പോൾ ഇവിടെ ഈ ഹീലിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സോൾ ടു സോൾ കണക്ഷനിലാവണം അത് നടക്കുന്നത്. നമ്മൾ മനുഷ്യജീവികളാണെങ്കിലും നമ്മിലെല്ലാവരിലും ഒരാത്മാവിൻ്റെ ഊർജ്ജരൂപം നിലകൊള്ളുന്നുണ്ട്. അതിന്ന് ആധുനിക സയൻസിന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, ഈ ആത്മാവിന് അതിൻ്റെ സാന്നിധ്യം തെളിയിക്കുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്ലിയർലി വി ക്യാൻ ഡു ദാറ്റ്, പ്രൊവൈഡഡ് യു ഷുഡ് ബിക്കം എ സൈക്കിക് മീഡിയം. ഒരു സൈക്കിക് മീഡിയമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഏത് ഊർജ്ജത്തെയും നമ്മൾക്ക് ഒരു ആൻറ്റിനെ പോലെ റിസീവ് ചെയ്യാനും അത് പേഴ്സീവ് ചെയ്യാനും അതാരാണ്, എന്താണ്, ഏത് തലത്തിൽ അവർ നിലനിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. മരിച്ച അച്ഛനെയും ഒരു ആത്മഹത്യ ചെയ്ത മകനെയും ഞാൻ സോളിനെ വിളിച്ചു. സോളിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് തലത്തിലാണ്. അച്ഛനോട് ചോദിച്ചപ്പോൾ മകനെയും കാണുന്നില്ല, മകൻ തൂങ്ങി മരിച്ചാണ്, മകൻ അച്ഛനെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പല രീതിയിലുള്ള മരണങ്ങൾ നടക്കുന്നത്, സ്വാഭാവിക മരണം നടന്നവരും അതുപോലെ തന്നെ സ്വയം ആത്മഹത്യ ചെയ്യുന്ന ആളുകളും പോകുന്നത് രണ്ട് തലത്തിലാണെന്ന് അന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാവാം ഒരുപക്ഷെ സ്വർഗം നരകം എന്നുള്ള കൺസെപ്റ്റ് വന്നതെന്ന്. അപ്പം അന്ന് അത് 2019 അനുഭവം. ഈ മരിച്ചയാളുടെ അനിയനാണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷേ അയാളുടെ ശരീരത്തിൽ ഈ എൻറ്റിറ്റിയെ കണ്ടു, പേരടക്കം തെളിഞ്ഞു വന്നു. പേരൊന്നും പറയുന്നില്ല. കൊല്ലത്തു നിന്ന് വന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പേരായിരുന്നു അത്. ആ ജ്യേഷ്ഠൻ്റെ ആത്മാവിനെ അവിടെ കണ്ടെത്തിയപ്പോൾ ജ്യേഷ്ഠനോട് ചോദിച്ചപ്പോൾ അബദ്ധം പറ്റി മരിച്ചതാണ്. ഗ്രില്ലിൽ തൂങ്ങുന്നതായിട്ട് അഭിനയിച്ചപ്പോൾ കാല് തെന്നിപ്പോയതാണ്. 108 കിലോയിലധികം ഭാരമുള്ള ഒരാളായിരുന്നു. 6 അടി 1 ഇഞ്ച് പൊക്കമുള്ളവരും മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ഒരാളായിരുന്നു. ആ മനുഷ്യൻ്റെ കാല് തെറ്റിപ്പോയി മരിച്ചു പോയതാണ്. അപ്പോൾ ആ മനുഷ്യൻ, ആ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ സോള് നിൽക്കുന്ന തലത്തിലല്ല. അദ്ദേഹം മരിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചിരുന്നു. അന്ന് അച്ഛൻ്റെ സോളിനെ വിളിക്കാൻ പറഞ്ഞു ഈ വന്ന ആൾ, ഈ അച്ഛൻ്റെ ഇളയ മകൻ. മൂത്ത മകനാണ് മരിച്ചു പോയിട്ടുള്ളത്, അച്ഛനും. അപ്പോൾ ആ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛനും മകൻ അച്ഛനെയും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വേറെ ഏതൊരു ലോകത്താണ് അവർ രണ്ടുപേരും. 2 പ്ലെയിനിലാണ് നിൽക്കുന്നത്, 2 ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ഓരോരുത്തരും ഏത് തലത്തിൽ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഓരോരുത്തർക്കും അവരുടേതായ ഊർജവും അതിൻ്റേതായ ആവൃത്തിയുമുണ്ട്. ഇപ്പോൾ നമ്മൾ 10 പേരെ നിർത്തിയിട്ട് ഒരേ രേഖയിൽ നിർത്തിയിട്ട് ഒരേ അളവ് വെള്ളം കൊടുക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം കവിളിൽ കൊടുക്കുന്നു. അത് ആഞ്ഞ് തുപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തെറിപ്പിക്കുന്ന ഒരാൾ 10 മീറ്റർ ആണെങ്കിൽ ഒരാൾ ചിലപ്പോൾ 1 മീറ്റർ ആയിരിക്കും, ഒരാൾ ചിലപ്പോൾ 3 മീറ്റർ ആയിരിക്കും, വേറെ ആൾ 2 മീറ്റർ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഒരാളുടെ ഒരു ജന്മ ഉദ്ദേശം എന്താണെന്നുള്ളത് അവരുടെ ആ ഒരു സോളിൻ്റെ സീഡിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അതൊരു മൈക്രോ ചിപ്പാണ്, അതിലടക്കം ചെയ്തിട്ടുണ്ട്. അത് അവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണോ അവിടെ തന്നെ നമുക്ക് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പാസ്റ്റ് ലൈഫ് എടുക്കാം. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹിപ്നോസിസിൽ പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ എടുത്ത കേസിൽ 1930s പോയി. എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. 1930s ഒരു നോർത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഒരു സോൾജിയറായിട്ടാണ് കണ്ടത്, ആർമി ഓഫീസറായിട്ട്. അപ്പോൾ അവിടെ യുദ്ധരംഗങ്ങൾ, യുദ്ധത്തിൽ കാലറ്റ് പോയൊരു കൂട്ടുകാരനെ എടുത്തുകൊണ്ടുവന്ന രംഗത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് സിദ്ധാർത്ഥനാണ്, കാമുകിയുടെ മുഖം, മരിച്ചുപോയ അമ്മൂമ്മയുടെ മരണം, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതെ അത് പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. അത് വളരെ റീസെൻ്റ്ലി 2024 എൻ്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ അങ്ങനെ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ നിർബന്ധിച്ചപ്പോൾ 1930s ആ സംഭവം നടന്നതൊക്കെ. അപ്പോൾ അന്ന് ആ ജന്മത്തിലും 6 അടി പൊക്കമുണ്ട്. സോൾ കമ്മ്യൂണിക്കേഷനും സ്ഥിരം ചെയ്യുന്നൊരു ഇതാണോ, അതോ എന്തെങ്കിലും എമർജൻസി വന്നാൽ എമർജൻസി കേസിൽ മാത്രം. നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള കളികൾ അത്ര നല്ലതല്ല. അതാണ് ഞാൻ പലപ്പോഴും എൻ്റെ അടുത്തോട്ട് വന്ന ആളുകളാണെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല. കാരണം അതൊരു ആവശ്യമില്ലാത്തൊരു മേഖലയാണ്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പോയാൽ മതി. പിന്നെ എമർജൻസി സിറ്റുവേഷൻ വരാണെങ്കിൽ നമുക്ക് സഹായിക്കാം. അതൊരു നമുക്ക് തന്നെ ഫീൽ ആവും ഇവരെ സഹായിക്കേണ്ടതാണ്. മാത്രമല്ല
ഇത് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾക്ക് പണി കിട്ടാൻ പിന്നെ എപ്പോഴും പലപ്പോഴും ഈ സ്പിരിച്വൽ ഹീലേഴ്സിനും ഇത്തരത്തിലുള്ള ഹീലേഴ്സിന് ആഫ്റ്റർ എന്ത് സംഭവിക്കുന്നുള്ളത് വരുന്ന ആളുകൾക്ക് യാതൊരു ധാരണയില്ല. കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു ഒരു സോൾ പ്രസൻസുള്ള ഇഷ്യൂസോ പൊസഷൻ കേസുകളോ എടുത്തു കഴിഞ്ഞതിന് ശേഷം മിനിമം 2 ദിവസം പോക്കാം. അതെ അതെ അതെ, ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ എനർജി ചിലപ്പോൾ ഡിപ്ലീറ്റ് ആവാം. പക്ഷെ അവിടെ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കണം. ഞാൻ ആ കാര്യത്തിൽ ഏഞ്ചൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നത്. 7 ഏഞ്ചൽസ് നമ്മൾക്ക് എപ്പോഴും കൂടെ ഉണ്ട്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന കേസാണെങ്കിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കാരണം എല്ലാം ഇപ്പോൾ ഇമോഷൻ്റെ പുറത്തായിരിക്കാം ഒരു പക്ഷേ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, അപ്പോൾ ഇവരുടെ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന കേസുകളെല്ലാം അങ്ങനെയാണ്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇമോഷൻ കണക്ഷൻ. ഈ ഇമോഷൻ കണക്ഷൻ ഫ്യൂച്ചറിൽ ഇവർക്ക് എന്ത് പറ്റും എന്നുള്ളത് ധാരണ ഇവർക്കില്ല. ചിലപ്പോൾ മാനസികമായ ഒരു വിഭ്രാന്തിലോട്ട് പോകാം, ഡ്രീമിംഗ് സ്റ്റേജിലോട്ട് പോകാം, സൂയിസൈഡ് ടെൻഡൻസിലോട്ട് പോകാം. അപ്പം നമ്മളിത് പലപ്പോഴും പല ആളുകളും ഇതിനൊരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വരുന്ന ആളുടെ മാനസികമായ നില ഏത് അളവിൽ നിൽക്കുന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമുക്കിപ്പോ ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ ഫീസ് കിട്ടായിരിക്കും, അതല്ലല്ലോ അതിനകത്ത്. ഈ വരുന്ന ആള് പിന്നെ ഇത് ഓർത്തായിരിക്കും ജീവിതം മുഴുവൻ ചെയ്യുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭർത്താവ് മരിച്ചിട്ട് അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു 5 കേസിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ലേഡീസ് ഹൈലി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്നേഹമുള്ള ഭർത്താവും ഭാര്യയായിരുന്നു അവർ. ഭർത്താവ് മരിച്ചതിന് ശേഷം അവസാന ദിവസം അണിഞ്ഞിരുന്ന മുണ്ടും അദ്ദേഹത്തിന്റെ ബനിയനടക്കം കെട്ടിപ്പിടിച്ചിട്ടാണ് അത് കരഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നത്. നമ്മളുടെ എനർജി എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു സോൾ എനർജി ആയിട്ട്. കാരണം ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടിരുന്ന ദമ്പതികളാണ്, 2 മനുഷ്യരാണ്, 2 ഊർജം തന്നെയാണ്. പക്ഷേ നമ്മളത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും.